നമുക്ക് ആരംഭിക്കാം. ഓ സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ പിതാപത്രമായ പ്രണാമം. ഇനി 5ാം അധ്യായമല്ലേ? അതെ സർ. ഏകാദശ സ്കന്ധം അധ്യായം 5. രാജോവാചാം ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്ത്യാത്മവിത്തമാഃ തേഷാം അശാന്തകാമാനാം കാ നിഷ്ഠ വിജിതജ്ഞനാം. ഭഗവാനെ ഭജിക്കുന്നവരുടെ മഹത്വവും മഹാത്മ്യവുമെല്ലാം കഴിഞ്ഞ 4ാം അധ്യായത്തിൽ മായയെ കടക്കാനുള്ള വഴിയും അത് കടന്നു കിട്ടിയാൽ എത്തേണ്ട സ്ഥാനവും, ഭക്തിയില്ലാത്ത ഐഹിക സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു, അവർക്ക് സുഖമുണ്ടാവില്ലെന്നും മറിച്ച് ദുഃഖം ഉണ്ടാവുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ 5ാമത്തെ അധ്യായത്തില് പരീക്ഷത്തിൽ ചോദിക്കുന്നത് രാജാവ് ചോദിക്കുന്നത്, ഭക്തിയില്ലാത്തവർക്ക് എന്തെങ്കിലും ഫലം കിട്ടുമോ? ഭക്തിയുള്ളവരുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വിഷയസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദുർഗതിയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഭക്തന്മാരല്ലാത്തവർക്ക്, ഭക്തിഹീനന്മാർക്ക് ഈ ഫലത്തിന്റെ വിപരീതത അനുഭവിക്കേണ്ടി വരില്ലേ? ഭക്തന്മാർക്ക് ഫലങ്ങളാണ് ഉണ്ടാകുന്നത്, അപ്പൊ ഭക്തിയില്ലാത്തവർക്ക് ദുർഫലവും ഉണ്ടാവണ്ടേ? എന്നുള്ള ചോദ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭഗവന്തം ഹരിം, ഭഗവാനായ ഹരിയെ, പ്രായവും മിക്കവാറും ന ഭജന്തി, ഭജിക്കുന്നില്ല, ആത്മവിത്തമഃ, ആത്മവിത്തമന്മാർ, ആത്മജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായവർ, ആത്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠന്മാർ. ആജ്ഞവിദുത്തമഃ, ആത്മാവിനെ അറിയുന്നവരിൽ വെച്ച് ഉത്തമന്മാർ. ആത്മവിദ് തമാഹ, ആത്മവിത്തമഃ. അങ്ങനെ ആത്മജ്ഞാനികൾ വെച്ച് ഉത്കൃഷ്ടരായുള്ളവർ പ്രായ മിക്കവാറും ഭഗവന്തം ഹരിം ന ഭജന്തി, ഭഗവാനായ ഹരിയെ ജനങ്ങൾ ഭജിക്കുന്നില്ല. കാരണം അവർ സ്വീകരിച്ച വഴി ജ്ഞാനമാണ്. ആത്മജ്ഞാനത്തിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്താറായാൽ പിന്നീട് താഴേക്ക് ഇറങ്ങി വന്ന് മറ്റുള്ള ദേവതകളെ ഭജിക്കേണ്ട ആവശ്യം ഇല്ല. അതിൽ നിന്നാണ് മുകളിലേക്ക് പോയത്. അപ്പൊ അങ്ങനെയുള്ള തേഷാം, അവരുടെ അശാന്തകാമാനാം, കാമങ്ങൾ ശാന്തമാകാത്ത അവരുടെ കാ നിഷ്ഠ, അവരുടെ നിഷ്ഠാസ്ഥിതി എന്താണ്? വിജിതാത്മനാം, ആത്മാവിനെ ജയിച്ചവരായ അവരുടെ ഗതി എന്താ? ആത്മാവിനെ സ്വാധീനപ്പെടുത്ത എന്താ? അവിജിതാത്മനാം, കാ നിഷ്ഠ വിജിതാത്മനാം, അവിജിതാത്മാക്കളുടെ നിഷ്ഠ എന്താണ്? ഈ ഭക്തിയെക്കുറിച്ച് നമ്മൾക്ക് ഉത്കൃഷ്ടമായി അറിയേണ്ട കാര്യങ്ങൾ വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ ഭക്തി ഇല്ലാത്തവർക്ക് എന്തായിരിക്കും ഗതി? അതും കൂടി അറിയണ്ടേ? ഭക്തി ഇല്ലാതെ കണ്ടിരുന്നാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് മോക്ഷത്തിലെത്താൻ പറ്റുമോ? ലക്ഷ്യത്തിലേക്ക് അവർ പോകുമോ? ഈ ഐഹിക ലോക ജീവിതം എങ്ങനെ ആയിരിക്കും? എന്നിങ്ങനെ ഭക്തിഹീനന്മാരെ കുറിച്ച് ഉള്ള ആശങ്കയാണ് ഈ ചോദ്യത്തിന്റെ ലക്ഷണം. കാരണം മഹാത്മാക്കൾ എന്നും ആത്മജ്ഞാനികളാണെന്ന് ബോധ്യമുണ്ട്.
അതുകൊണ്ടാണ് ആത്മജ്ഞാനി വിളിച്ച് ഉത്തമനായുള്ളവനെ എന്ന് സംബോധന ചെയ്തതിനെ ഉണ്ട്. ആത്മവിത്തമാഹ എന്ന് സംബോധന ചെയ്ത കൊണ്ട് തന്നെയാണ്. ഭഗവാനെ ഭജിക്കാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഭജിക്കുന്നവരുടെ പാപം കഴുകിക്കളഞ്ഞ് അവരെ മുക്തിക്ക് പാകമാക്കി മുകളിലേക്ക് വിടും, ഉറപ്പായി. പക്ഷേ ഭക്തി ഇല്ലാത്തവർക്ക് എന്ത് ഫലമാണ് കിട്ടുക? മറ്റവർക്ക് ഫലം കിട്ടിയെങ്കിൽ ഇവർക്ക് ദുഷ്ഫലം കിട്ടണ്ടേ? അതെന്തായിരിക്കും കിട്ടുക? വിഷയസുഖങ്ങൾ ഉറച്ചിരിക്കുന്നവർ, ഭക്തിയില്ല, വിഷയസുഖത്തിൽ ഉറച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഭക്തി ഉണ്ടാവാൻ പറ്റില്ല. അതിൽ നിന്ന് വിരക്തി വന്നെങ്കിലേ ഭക്തി ഉണ്ടാവൂ. തന്നെയല്ല, ഇന്ദ്രിയങ്ങള്, അന്ധകരണങ്ങള്, മനസ്സ്, ബുദ്ധി ഇതെല്ലാം സ്വാധീനപ്പെടുത്താത്തവർക്ക് വിഷയത്തിന്റെ ആശ തീരില്ല, അത് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരാണ് ഇന്ന് ലോകത്ത് അധികമുള്ളത്, വിഷയാശയുള്ളവർ. എന്ന് മാത്രമല്ല, വിഷയത്തിലേക്ക് മുഴുവൻ സമയവും വ്യാപരിച്ചിറങ്ങുന്നത് കൊണ്ട് അവർക്ക് ഭക്തി ഉണ്ടാവാൻ പറ്റാറില്ല. അതിനവർക്ക് സമയമില്ല. ലൗകികമായ ഉപഭോഗ വസ്തുക്കളുടെ ആഗ്രഹം കൂടിക്കൂടി വരുന്ന കൊണ്ട് അവർക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒന്നും അടക്കി നിർത്താൻ പറ്റത്തില്ല. കാരണം ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളുടെ പുറകെ പാഞ്ഞു പോവുകയാണ്. ഒരു നിമിഷം പോകാതിരുന്നാൽ നമ്മൾ പറഞ്ഞു വിടും, പോയി ചെന്ന് അതൊക്കെ ബാധിച്ച് തിരിച്ചു വരും. അപ്പൊ മനസ്സ് ഭൗതികമായ വിഷയങ്ങളുടെ പുറകെ ലെവലില്ലാതെ പാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ഭക്തിയാണ്. അതുകൊണ്ട് ലോകത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ധാരാളമുണ്ട്. ജ്ഞാനികളും ഭക്തന്മാരും മാത്രമല്ല, അവർ വളരെ വിരളമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഭക്തന്മാർ, ഈശ്വരനെ ആത്മജ്ഞാനത്തിന് വേണ്ടി ഭജിച്ച് ലക്ഷ്യത്തിലെത്തുന്ന ഭക്തന്മാർ തീരെ കുറവായിരിക്കും. ഇല്ലെന്നില്ല, തീരെ കുറവായിരിക്കും. ഭജിക്കാത്തവർക്ക് മുക്തിയില്ല എന്നുള്ളത് ഉറപ്പാണ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആയാൽ അവർക്കുടെ ദുരവസ്ഥ എന്താണ് എന്നും കൂടി എന്നോടൊന്ന് പറയണം. മുക്തി ഉണ്ടാവില്ല, ശരിയാണ്. പിന്നെ അവരെന്ത് ചെയ്യും? ഭജിക്കാതിരുന്നാൽ അവരെങ്ങോട്ടാ പോവുക? സ്വർഗത്തിലാണോ, നരകത്തിലാണോ, മറ്റു ലോകത്തിലാണോ, എവിടേക്കാണ് അവർ പോവുക എന്നിങ്ങനെ സാമാന്യമായ ഒരു സംശയം. തേഷാം അശാന്തകാമാനം കാ നിഷ്ഠ. അശാന്തകാമന്മാരായ അവരുടെ നിഷ്ഠ എന്താണ്? അവിജിതാത്മനാം, ആത്മാവിനെ ജയിക്കാത്ത അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ചമസൻ അടുത്ത ശ്ലോകത്തിൽ ഉത്തരം പറയാം. ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്ത്യാത്മവിത്തമാം തേഷാം അശാന്തകാമാനാം കാ നിഷ്ഠാ വിജിതാത്മനാം. ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്ത്യാത്മവിത്തമാഹ തേഷാം അശാന്തകാമാനാം കാ നിഷ്ഠാ വിജിതാത്മനാം. ചമസ ഉവാച. അതിന് മറുപടി പറയുന്ന ചമസൻ എന്ന യോഗിയാണ്. മുഖബാഹൂരുപാദേഭ്യ പുരുഷശാസ്ത്രമൈഭഃ ചത്വാരോ യജ്ഞദേവർണാഃ ഗുണൈർവിപ്രാദയ പൃഥക്. മുഖ, ബാഹു, ഊരുപാദേഭ്യ. മുഖം, ബാഹു കൈ രണ്ടും, ഊരു രണ്ട് തുടകൾ, പാദേഭ്യ പാദങ്ങളിൽ നിന്നും. മുഖത്തു നിന്നും, കൈകളിൽ നിന്നും, തുടകളിൽ നിന്നും, പാദങ്ങളിൽ നിന്നും. മുഖ, ബാഹു, ഊരു പാദേഭ്യ പുരുഷസ്യ ആശ്രമൈഃ. പുരുഷന്റെ, മനുഷ്യന്റെ ആശ്രമങ്ങളോടൊപ്പം ചത്വാരോ യജ്ഞരേ വർണ്ണാഹ 4 വർണ്ണങ്ങൾ ഉണ്ടായി.
ചത്വാരോ വർണ്ണാഹ ജജ്ഞരേ, 4 വർണ്ണങ്ങൾ ജനിച്ചു ഉണ്ടായി. ഗുണൈഹി വിപ്രാതയെ പൃഥക്, അതിന് ഗുണമനുസരിച്ച് വിപ്രൻ ആദ്യമായവർ വരെയാണ്. വിപ്രൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ വെവ്വേറെയാണ് ഓരോരുത്തരും. അതുകൊണ്ട് വിപ്രാതികളായ 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണ മുതലായ 4 ജാതികൾ, ഇതെല്ലാം പ്രത്യേകം ജനിച്ചു എന്നർത്ഥം. ഭക്തിയില്ലാത്തവരെ വാസ്തവത്തിൽ കൃതജ്ഞന്മാരാണ്, ചെയ്തതിനെ കുറിച്ച് അറിവില്ലാത്തവരാണ്. ആ ഭഗവാനെ ആദരിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നവരാണ് അവരൊക്കെ. അതുകൊണ്ട് വർണ്ണാശ്രമങ്ങളുടെ ഉൽപ്പത്തി ഭഗവാനിൽ നിന്നാകുന്നു എന്ന് കാണിക്കണം. ഭഗവാന്റെ മുഖത്തു നിന്നുമാണ് സത്വഗുണപ്രധാനമായ ബ്രാഹ്മണരുടെ ഉൽപ്പത്തി. കൈകളിൽ നിന്ന് സത്വഗുണപ്രധാനമായ രജോഗുണപ്രധാനമായ ക്ഷത്രിയരും, തുടകളിൽ നിന്നും രജോ ഗുണവും തമോ ഗുണവും കൂടി ചേർന്ന ഐശ്വര്യം, കാലുകളിൽ നിന്ന് തമോ ഗുണം മാത്രമുള്ള ശൂദ്രനും ഉണ്ടായി. ഭഗവാന്റെ ജഘനസ്ഥലം ഗൃഹസ്ഥാശ്രമവും, ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യവും, മാറിൽ നിന്ന് വാനപ്രസ്ഥവും, വർണ്ണാശ്രമങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ഭഗവാൻ തന്നെ അവസാനത്തെ ആശ്രമമാണ്. 4 വിധത്തിലുള്ള ആശ്രമങ്ങൾ, അവയുടെ സ്വഭാവങ്ങൾ, ഇത് ഒന്ന് വിസ്തരിച്ച് പറയാൻ ശ്ലോകത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് മുഖ ബാഹു ഊരു പാദേഭ്യ, മുഖബാഹൂരുപാദേഭ്യ പുരുഷശ്രമൈഫഹ. ആ പുരുഷൻ ആശ്രമങ്ങളോടൊപ്പം ചത്വാരോ വർണ്ണാഹ ജജ്ഞരെ, ആശ്രമമുണ്ടായി, 4 വർണ്ണങ്ങളുണ്ടായി. ഗുണം കൊണ്ട് അവർ ബ്രാഹ്മണർ ആദ്യമായവർ പ്രത്യേകിച്ചതാണ്. ഏറ്റവും ഗുണം ഇണങ്ങി തികഞ്ഞു നിൽക്കുന്ന ബ്രാഹ്മണർ, അതിൽ ഗുണങ്ങൾ കുറവുള്ളവർ ക്ഷത്രിയർ, അതിനേക്കാൾ കുറവുള്ളവർ വൈശ്യർ, തീരെ ഗുണമില്ലാത്തവർ ശൂദ്രൻ എന്നിങ്ങനെ 4ആയിട്ട് അതിനെ വേദങ്ങൾ പറഞ്ഞത് ഞാൻ തന്നെ വിഭജിച്ച് കാണിക്കുന്നുണ്ട്. മുഖബാഹോരുപാദേഭ്യ പുരുഷശ്രമൈഫഹ ചത്വാരോ ജജ്ഞരേ വർണ്ണാഹ ഗുണൈർവിപ്രാദയ പൃഥക്. പുരുഷഭ്യ മുഖ ബാഹു ഊരുപാദേഭ്യ, പുരുഷന്റെ മുഖബാഹു ഊരുപാദങ്ങളിൽ നിന്നും ചത്വാരോ വർണ്ണാഹ 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രങ്ങൾ ജജ്ഞരെ ഉണ്ടായി. ഗുണങ്ങളെ കൊണ്ട് വിപ്രാദികളായവർ വേറിട്ട് നിൽക്കുന്നവരാണ്. വിപ്രൻ വേറെ, ക്ഷത്രിയൻ വേറെ, വൈശ്യൻ വേറെ, ശൂദ്രൻ വേറെ. അത് ഗുണം കൊണ്ടാണ് ഈ വിഭാഗം, ജന്മം കൊണ്ട് മാത്രം അല്ല. ഗുണകർമ്മ വിഭാഗശ എന്ന് ഗീത പറയുമ്പോൾ ഇവിടെ ഗുണത്തെക്കുറിച്ചാണ് കൂടുതൽ മാഹാത്മ്യം കൊടുത്തത്. സത്വഗുണപ്രധാനമായത് സത്വഗുണം, രജോഗുണ പ്രധാനമായത് രജോഗുണം, തമോ ഗുണപ്രധാനമായ തമോ, ഇനി 3 ദിവസത്തുള്ള ഗുണഭേദങ്ങളെ കുറിച്ച് പിന്നെ ഒന്ന് ഉപന്യസിച്ചതാണ്. അപ്പം 4 ആശ്രമങ്ങളും 4 വർണ്ണങ്ങളും. ഭഗവാന്റെ ജഘനത്തിൽ 4 ഗൃഹസ്ഥാശ്രമമാണ്, ഹൃദയത്തിൽ ബ്രഹ്മചര്യമാണ്, മാറിൽ നിന്നും വാനപ്രസ്ഥാശ്രമം ഉണ്ടായി, ശിരസിൽ നിന്ന് സന്യാസവും ഉണ്ടായി. കൊണ്ട് വർണ്ണാശ്രമങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ മുഖത്തു നിന്നാണ് തത്വഗുണപ്രധാനായ ബ്രാഹ്മണർ. മുഖ ബാഹു ഊരു പാദേഭ്യ, ഇവകളിൽ നിന്നും പുരുഷഭ്യ ആശ്രമൈഫഹ, ആശ്രമങ്ങളൊപ്പം ചത്വാരോ വർണ്ണാഹ ജജ്ഞരെ 4 വർണ്ണങ്ങൾ ജനിച്ചു. ഗുണൈഹി വിപ്രാദയ, ഗുണം കൊണ്ട് ആ വിപ്രാദികളായ 4 പേര് 4ആയിട്ട് തിരിഞ്ഞിരിക്കുന്നവരാണ്, സഹോദരന്മാരുമാണ്.
മുഖബാഹൂരുപാദേഭ്യ പുരുഷശ്രാശ്രമൈ സഹാം ചത്വാരോ ജിജ്ഞരേ വർണ്ണാഃ ഗുണൈർവിപ്രാദയ പൃഥക്. മുഖബാഹൂരുപാദേഭ്യ പുരുഷശ്രാശ്രമൈ സഹാം ചത്വാരോ ജിജ്ഞരേ വർണ്ണാഃ ഗുണൈർവിപ്രാദയ പൃഥക്. യേഷാം പുരുഷം സാക്ഷാദാത്മപ്രഭവമീശ്വരം ന ഭജന്ത്യവജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാഃ പതന്ത്യഥഃ. യാവരാണോ, യാതൊരു ജനങ്ങളാണോ, യേഷാം ഇവരുടെ കൂട്ടത്തിൽ, യേഷാം സാക്ഷാത് ആത്മപ്രഭവം ഈശ്വരൻ, നേരിട്ട് കണ്ടറിയാൻ പറ്റുന്ന ആത്മപ്രഭവനായ ആത്മാവിന്റെ ഉൽപ്പത്തി സ്ഥാനമായ പ്രഭവം, ഉൽപ്പത്തി സ്ഥാനം, ആത്മപ്രഭവം ആത്മാവിന്റെ ഉത്പത്തി സ്ഥാനവുമായ ഈശ്വരം നിയന്താവിനെ പുരുഷസ്യ ആശ്രമൈ സഹ ചത്വാരോ വർണ്ണാഃ ഗുണൈർവിപ്രാദയ പൃഥക്. രജോ ഗുണം ഉള്ളവരെ ക്ഷത്രിയരായി, തുടകളിൽ നിന്നും 2 ഗുണത്തോടും തമോ ഗുണത്തോടും കൂടിയ വൈശ്യന്മാരായി, കാലിൽ നിന്ന് തമോ ഗുണത്തോടു കൂടി ശൂദ്രനും ഉണ്ടായി. ഇത് ഒരാളിന് സംഭവിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് ആർക്കും എത്തിച്ചേരാം. സ്ത്രീകൾക്ക് ആവുന്നില്ല, പുരുഷന്മാർക്ക് ആവുന്നില്ല. ഈ 2 വേർകൃത്യങ്ങൾ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് വർണ്ണാശ്രമങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും ഈ ഭഗവാൻ തന്നെയാണ്. അതും സൃഷ്ടിയോടൊപ്പം തന്നെ ഇതും ആവശ്യമായത് കൊണ്ടാണ് ഈ വർണ്ണാശ്രമങ്ങളുടെ വിധിയെക്കുറിച്ച് വിസ്തരിച്ച് പറയാൻ പുറപ്പെട്ടത്. യേഷാം പുരുഷം സാക്ഷാത് ആത്മപ്രഭവമീശ്വരം ന ഭോജ്യവജാനന്തി ന ഭജന്ത്യവജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാഃ പതത്യഥഃ. സ്ഥാനഭ്രഷ്ടരായ ആൾക്കാരെ തങ്ങളുടെ പ്രൗഢിയും പാരമ്പര്യവും ഒക്കെ ശരിക്ക് അറിഞ്ഞിരിക്കുന്നവർ, അവര് പുരുഷോത്തമനായ ഭഗവാനെ ഭജിക്കേണ്ടത് ആവശ്യം തന്നെയാണ് എന്നിങ്ങനെ ഈ ഭജനയുടെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചു. ഇതൊക്കെ അറിയാമായിട്ടും അറിയാത്തവരെ പോലെ ശ്രദ്ധിക്കുക, ഇരിക്കുക, ഇതാണ് വർണ്ണാശ്രമാദി വ്യവസ്ഥകൾ എന്ന് അനുസരിച്ച് പ്രവൃത്തി ചെയ്യുന്നു. തക്കതായ സ്ഥാനത്തിൽ കൂടി അധപ്പതിക്കുന്നു. ഉപകാരസ്മരണ ഇല്ലാതെ സർവോപകർത്താവായ ഭഗവാനെ മറന്നുകൊണ്ട് ഇവർക്ക് നരകം തന്നെ. എന്തുകൊണ്ടാണ് സ്വർഗ നരകങ്ങൾ എന്ന വിഭാഗങ്ങൾ, സ്വർഗത്തിൽ പോകുന്നു, നരകത്തിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വർണ്ണാശ്രമാദികളായ വ്യവസ്ഥകളനുസരിച്ച് ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ കർമ്മത്തിനനുസരിച്ചുള്ള സ്ഥാനത്തെന്നു കൂടി അവരെന്ത് ചെയ്യാം, അധപ്പതിച്ചു പോയേക്കാം. ന ഭജന്തി അവജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാഃ പതത്യഥഃ. സ്ഥാനത്തും ഭ്രഷ്ടരായിട്ട് അധപ്പതി താഴേക്ക് വീണെന്ന് വരാം. ഭഗവാനെ മറക്കുന്നവരുടെ ഗതി ഇതാണ്. മുകളിൽ കയറിയിരുന്നാൽ പോലും എന്ത് ചെയ്യരുത്, പിന്നെ മറക്കരുത്. കയറിയിരുന്നു എന്നുള്ള ഒരു സ്ഥാന ബഹുമതി കൊണ്ട് എല്ലാം വന്നു ചേർന്നോളും എന്ന് വിചാരിക്കാൻ പറ്റില്ല. യോഗ്യത അനുസരിച്ചാണ് അവിടെ ചെന്ന് നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, പറയണമെങ്കിൽ, അനുഷ്ഠിക്കണമെങ്കിൽ ആ യോഗ്യത വീണ്ടും സമ്പാദിച്ചു വരണം, അല്ലാതെ ആവില്ല. യേഷാം പുരുഷം സാക്ഷാത് ആത്മപ്രഭവമീശ്വരം ന ഭജന്തി അവജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാഃ പതന്ത്യഥാം. യേഷാം പുരുഷം സാക്ഷാത് ആത്മപ്രഭവമീശ്വരം ന ഭജന്ത്യവജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാഃ
ഭ്രഷ്ടാഹ പതത്യഥാം യേഷാം പുരുഷം സാക്ഷാദാത്മപ്രഭൗമീശ്വരം ന ഭജന്ത്യഭജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാഹ പതത്യഥാം ദൂരേ ഹരികഥാ കേചൽ ദൂരേ ചാച്യുതകീർത്തനാഹ സ്ത്രിയ ശൂദ്രാദയശ്ചൈവ തേനുകമ്പ്യാ ഭവാദൃശം. ദൂരേ ഹരികഥ കേചിത്, ചിലര് ഹരികഥയെ കേൾക്കാത്തവരാണ്. ദൂരേ ഹരികഥ, തങ്ങളുടെ ചെവിക്ക് വളരെ ദൂരെയാണ്, ഒരു കേൾക്കാൻ പറ്റില്ല. കേചിത് അച്യുത കീർത്തനാഹ, ചിലരെ അച്യുതനെ ഉറക്കെ കീർത്തിക്കുന്നവരാണ്. ചില ഹരികഥകൾ, ഭഗവത് കഥകൾ പാടി പാടി ജീവിതം കഴിച്ചു കൊടുക്കും. അവര് തങ്ങളുടെ സ്വന്തം കഥ പാടുകയോ അത് കീർത്തിക്കുകയോ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായി. ഇവരിൽ അജ്ഞന്മാരായിരിക്കുന്ന സ്ത്രീകളും ശൂദ്രന്മാരും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അങ്ങേപ്പോലുള്ളവർ മഹാന്മാർ ദയവ് കാട്ടണം എന്നൊരു സൂചനയാണ്. സ്ത്രീയ ശൂദ്രാദേശ ഏവ തേ അനുകമ്പ്യാഹ ഭവാദശ. അങ്ങേപ്പോലെയുള്ള ഇവരെക്കുറിച്ച് അങ്ങ് തന്നെ എന്ത് ചെയ്യണം? അനുകമ്പയുണ്ടാകണം, അവരുടെ കാരുണ്യം ഉണ്ടാകണം. അറിവില്ലാത്ത കൊണ്ടാണ് ഭജിക്കാത്തത് എന്ന് വിചാരിച്ച് അറിവുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. അറിവുണ്ടായാൽ ഭജിക്കും എന്നതിന് ബോധ്യപ്പെടണം. ഈശ്വരനെ ഭജിക്കാത്തവർ അവരുടെ ഗതി എന്താണ് എന്നതിന് മറുപടി പറയാൻ പോവാണ്. 4 ആശ്രമങ്ങളും 4 വർണ്ണങ്ങളും വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ദൂരേ ഹരികഥാക്കേജൽ ദൂരേ അച്യുത കീർത്തനാഹ, അങ്ങനെ അവരെ ഭഗവത് കഥകൾ അച്യുത കീർത്തനാഹ, അച്യുത കീർത്തനങ്ങളാകുന്ന ഭഗവത് കഥകളും ദൂരെ, വളരെ ദൂരെയാണ്, ചെയ്യാറില്ല. ഇത്തിരി സമയം കിട്ടിയാൽ മറ്റെന്തെങ്കിലും പണിയിലേക്ക് വ്യാപൃതനാകും. ഈശ്വര സേവയിലേക്ക് വ്യാപൃതരാകണം എന്ന് ലൗകികരായ മനുഷ്യർക്ക് വിരളമായി മാത്രമേ തോന്നാറുള്ളൂ. അതവിടെ എടുത്തു പറഞ്ഞത്. ചിലര് ഇതൊക്കെ ഇങ്ങനെ പാടി നടക്കും, അതുകൊണ്ട് കാശ് മേടിക്കും. ഉപജീവനത്തിന് വഴിയായിട്ട് കൃഷ്ണകഥകൾ പാടിക്കൊണ്ട് നടക്കും ചിലര്. ഇനി ചില ജ്ഞാനികളായോണ്ട് അവര് ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിച്ചു പോവില്ല. അപ്പൊ ചിലർക്ക് ഹരികഥ ദൂരെയാണ്, ചിലർക്ക് അച്യുത കീർത്തനം ദൂരെയാണ്. സ്ത്രീ ശൂദ്രാദികൾക്ക് അങ്ങേപ്പോലെ ഉള്ളവർക്ക് തേ ഇവർ അനുകമ്പ അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട അറിവ് പകർന്നു കൊടുക്കണം. അതാണ് അനുകമ്പ. അറിവില്ലാതെ കൊണ്ട് ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അറിവുള്ളവർ തിരുത്തി കൊടുത്ത് സാക്ഷിയായി നിന്നുകൊണ്ട് അത് ശരിപ്പെടുത്തണം എന്നുള്ളത് വൈദിക വിധിയാണ്. ദൂരേ ഹരികഥാക്കേ ദൂരേ അച്യുത കീർത്തന സ്ത്രീയ ശൂദ്ര ആദേശൈവ തേ അനുകമ്പ്യ ഭവാദിശം. അങ്ങെപ്പോലുള്ളവർക്ക് അവരോട് അനുകമ്പ തോന്നിക്കേണ്ടതാണ്. ദൂരേ ഹരികഥാക്കേജൽ ദൂരേ അച്യുത കീർത്തനാഹ സ്ത്രീയ ശൂദ്രാദേശൈവ തേ അനുകമ്പ്യ ഭവാദിശം. വിപ്രോ രാജന്യവൈശ്യോ ച ഹരേ പ്രാപ്താപദാന്തികം ശ്രൗതേന ജന്മനാഥാപി മുഹ്യന്തി അന്നായവാദിനാം. വിപ്രഹ ബ്രാഹ്മണർ, രാജന്യവൈശ്യവും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും, രാജന്യവൈശ്യവും ച ഇവരും ഹരേഹേ പദാന്തികം പ്രാപ്താഹ, ഹരിയുടെ പദാന്തത്തിലേക്ക് എത്തിയവരാണ് ഇവർ. വിപ്രന്മാരും രാജന്യ വൈശ്യന്മാരും, ത്രൈവർണികർ എന്നറിയപ്പെടുന്ന 3 വർണ്ണങ്ങളിൽ ഉള്ളവർ. അവരെ ഈ 3ലും ഉൾപ്പെടും.
ഹരികഥ കേൾക്കുന്നതില്, അച്യുതകീർത്തനം ചൊല്ലുന്നതിൽ സ്ത്രീശൂദ്രാദികളായ ആൾക്കാരെ അനുകമ്പയോടെ പരിചരിക്കലും. ഈ 3 സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ വേദവിധി അനുസരിച്ച് ജന്മം കൊണ്ട് പോലും ആമ്നായവാദികളായ പോലെ, വേദവാദികളെ പോലെ ആയിട്ട് മുഖ്യന്തി മോഹിക്കുക തന്നെ ചെയ്യുന്നു. വിപ്രോ രാജന്യ വൈശൂജാഹരേ പ്രാപ്താപദന്തികം സൗതേ ജന്മനാഥാപി മുഹ്യന്ത്യമ്നായവാദിനാം. വിപ്രോ രാജന്യ വൈശൂജ ഹരേ പ്രാപ്താപദന്തികം സൗതേന ജന്മനാഥാപി മുഹ്യന്ത്യമ്നായവാദിനാം. അതുകൊണ്ട് ആമ്നായവാദികൾ ഇതിൽ മോഹിക്കപ്പെടുന്നു. സഫലമാക്കി ജന്മം തീർക്കുന്നില്ല. അങ്ങനെയുള്ളവർ വളരെ വിരളമാണ്. കഷ്ടം തന്നെ ഭാരതത്തിന്റെ ഈ ദുര്യോഗം. ഭക്തിഹീനന്മാർ കാമ്യകർമ്മം മാത്രമാണ് ചെയ്യുക. മറ്റു കർമ്മങ്ങളൊന്നും ചെയ്യാൻ അവർക്ക് അറിയത്തുമില്ല. ഈ കർമ്മം ചെയ്യാനുള്ള കാര്യകാരണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്യുന്നു, അതിന് കാരണം ഉണ്ടാകും. മറ്റു കാര്യം ചെയ്യുന്നു, അതിന് കാരണം ഉണ്ടാകുക. അങ്ങനെ വന്നാൽ ഈ കർമ്മസമർത്ഥന്മാരായ ഇവരെ അറിവുള്ളവരോട് ചോദിച്ചറിയില്ല. ചോദിച്ചറിയാൻ വേണ്ടില്ല. ഏതാണ് ശരി, എങ്ങനെയാണ് വേണ്ടത് എന്നിങ്ങനെ അവരോട് ചോദിച്ച് അറിയുകയില്ല. വിപ്രോ രാജന്യ വൈശൂച ഹരേ പ്രാപ്താപദാന്തികം സൗതേന ജന്മനാഥാപി മുഹ്യന്തി ആമ്നായവാദിന. അവർ മോഹിക്കും. കർമ്മണ്യ അകോപിത, കർമ്മത്തിൽ സാമർഥ്യമില്ലാത്തവർ. അകോപിതന്മാർ. കോപിതന്മാർ പണ്ഡിതന്മാർ, അകോപിതന്മാർ പാണ്ഡിത്യമില്ലാത്തവർ. കർമ്മണി അകോപിതാഹ, കർമ്മത്തിൽ സാമർഥ്യമില്ലാത്തവർ. തബ്ധാഹ, അവര് അഹങ്കാരികളാണ്, ഗർഭിഷ്ഠന്മാരാണ്. തബ്ധന്ത ഗർഭിഷ്ഠന്മാർ. മൂർഖാഹ, ദുഷ്ടന്മാരാണ്. പണ്ഡിതമാനിന, പണ്ഡിതനാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരാണ്. അല്ല, പക്ഷെ സ്വയം അഭിമാനിക്കും. അവരെ പണ്ഡിതമാനികൾ. വദന്തി, ചാടുകാൻ മൂഢാഹ, വദന്തി പറയുന്നു, ചാടുകങ്ങളായ വാക്കുകൾ, ഇഷ്ടപ്പെട്ട വാക്കുകൾ, മനോഹരമായ വാക്കുകൾ. മൂഢാഹ യയ മാധ്വ്യ ഗിരോത്സുകാഹ, യാതൊന്നുകൊണ്ടാണോ മാധ്വ്യ, മധുവായി തീർന്നിരിക്കുന്ന തേൻ പോലെയുള്ള, ഗിരോത്സുകാഹ, വാക്കിൽ ഉത്സുകരായിട്ട്. യാതൊരു വേദവാക്യങ്ങളിൽ ഉത്സാഹമുള്ളവരായിട്ട് അവര് പ്രിയവാക്കുകളെ പറയുക തന്നെ ചെയ്യുന്നു. കർമ്മം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിലും അവരെ കാമ്യകർമ്മമെങ്കിലും ചെയ്യുന്നവരാണ്. കാമ്യകർമ്മം ആഗ്രഹിക്കത്തക്ക കർമ്മം. ഇപ്പൊ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് തന്നെയാണ്. കർമ്മം കൊണ്ട് കാമനകളെ, ആഗ്രഹങ്ങളെ പൂർത്തിയാക്കണം. ഏത് വിധത്തിലുള്ള കർമ്മം ചെയ്താലാണ് കെട്ടുപാടുകൾ അഴിഞ്ഞു പോകുന്നത്? അങ്ങനെ അറിവുള്ളവർ ആണ് കർമ്മസമർത്ഥന്മാർ. അതാണ്. അങ്ങനെ അല്ലാത്തവർ കർമ്മണ്യ അകോപിതാഹ. അതുകൊണ്ട് കർമ്മത്തിൽ സാമർഥ്യമുള്ളവരായിരിക്കണം. അങ്ങനെ സാമർഥ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാം അറിഞ്ഞു പറയുന്ന നാട്യം ഒട്ടും ഉണ്ടാകരുത്. എനിക്കെല്ലാം അറിയാം എന്നൊരു നാട്യം ഒരിക്കലും ഉണ്ടാകരുത്. തേൻ പോലെ രസമുള്ള വാക്കുകൾ വേദങ്ങളിൽ കണ്ടേക്കാം. അത് കാമ്യകർമ്മങ്ങൾ ചെയ്ത് ശീത ഉഷ്ണ സുഖദുഃഖാദികളായ ദ്വന്ദ്വങ്ങളെ അനുഭവിച്ച് ലോകത്തിൽ സുഖിച്ചിരിക്കാം എന്നിങ്ങനെ ആരെക്കുറിച്ച് എന്തിനാണ് പറഞ്ഞതെന്ന് ആലോചിക്കാതെ
അക്ഷരാർത്ഥത്തെ കാര്യമായി കരുതി സന്തോഷിച്ചുകൊണ്ട് മരിച്ചതിന് ശേഷം ഞങ്ങൾക്കും സ്വർഗം സിദ്ധിക്കും, അമത് ഭുജിക്കാം, അപ്സരസരോട് പീഡിക്കാം എന്നിങ്ങനെയുള്ള പ്രിയവാക്യങ്ങൾ അവരോടാണ് പറയുന്നത്. കർമ്മത്തിൽ കോപിതന്മാർ അല്ലാത്തവർ, കർമ്മണ്യകോപിതാഹ സ്തബ്ധാഹ മൂർഖാഹ പണ്ഡിതമാനിന, ഇവരെ മൂഢന്മാരാണ്. ചാടുകാൻ വദന്തി, നല്ല സുന്ദരമായ കേൾക്കാൻ ഇമ്പമുള്ള മനോഹരമായ വാക്കുകൾ പറയും. പക്ഷെ ഉള്ളിൽ കാമക്രോധാദികൾ കൊണ്ട് നിറഞ്ഞ് ഒരുപക്ഷെ ആയുധം കൊണ്ട് നമ്മളെ തരം കിട്ടിയാൽ മുമ്പിലിട്ട് സംഹരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരായിരിക്കും. പക്ഷേ അവരെ ഈ കർമ്മം ചെയ്യുമ്പോഴും ഈ കർമ്മം അവരെ ഒട്ടില്ല, കർമ്മം അവരെ ബാധിക്കത്തില്ല. ഇനിയും ഇങ്ങനെയുള്ള കർമ്മം ചെയ്യാനുള്ള സാമർഥ്യമുള്ളവരെയാണ് കർമ്മകോവിദാഹ എന്ന് വിളിച്ചത്. കർമ്മത്തിൽ സാമർഥ്യമുള്ളവർ എന്നർത്ഥം. കർമ്മത്തിൽ മാത്രമല്ല, ഒന്നും അറിവില്ലെങ്കിലും എല്ലാം അറിഞ്ഞവരാണ് നടിച്ചിരിക്കുന്നവരുണ്ട്. കാമ്യകർമ്മങ്ങൾ ചെയ്ത് ശീതോഷ്ണ സുഖദുഃഖാദികൾ ബാധിക്കാതെ ലോകത്തിൽ സുഖിച്ചിരിക്കണം. ചെയ്യാം, പക്ഷെ അതിന് പുറകെ പോകരുത്. എന്തിനു വേണ്ടിയാണ് എന്നൊന്നും ആലോചിക്കാതെ വാക്കുകളുടെ അർത്ഥം മാത്രം ഉള്ളിൽ വിചാരിച്ച് സന്തോഷിച്ചുകൊണ്ട് മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് സ്വർഗം കിട്ടും, അതുകൊണ്ട് അമത് കഴിക്കാം, അപ്സര സ്ത്രീകളോട് പീഡിക്കാം എന്നിങ്ങനെയുള്ള പ്രിയവാക്യങ്ങൾ അവർ പറയുന്നു. അപ്പൊ എന്താണ്? യഥാർത്ഥമായ കർമ്മത്തിൽ അറിവില്ലാത്തവരാണ് ഇങ്ങനെ പറയുന്നത്. കർമ്മണ്യകോപിതാഹ, അറിവില്ലാത്തവർ മാത്രമല്ല, സ്തബ്ധന്മാരും മൂർഖന്മാരും പണ്ഡിതമാനികളുമാണ് അവർ. അവരെ മനോഹരമായ നല്ല വാക്കുകളൊക്കെ പറയും, കേൾക്കാൻ ഇമ്പമാണ്, ചിരി വരും, മുഖത്തൊക്കെ പ്രസാദമൊക്കെയുണ്ട്. അവർ മൂഢന്മാരാണ്. യാതൊന്നുകൊണ്ടാണ് മാധ്വിയ ഗിരോത്സുകാഹ, മധുസംബന്ധമായ മാധ്വിയായ വാക്കുകൊണ്ട് ഉത്സുകരായിട്ട് നിൽക്കുന്നവരായിരിക്കും അവർ. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടാം, അമത് കഴിക്കാം, അപ്സരസ്സുകൾ സുഖിക്കാം എന്നിങ്ങനെയുള്ള സുഖസമ്പന്നങ്ങളായ പ്രിയ വാക്കുകൾ ഏറെ പറയുന്നവരാണ് അവർ. കർമ്മണ്യകോപിത സ്തബ്ധാ മൂർഖാ പണ്ഡിതമാനിന വദന്തി ചാടുകൻ മൂഢാ മാധ്വ്യാഗിരോത്സുകാഹ. കർമ്മണ്യകോപിതോ സ്തബ്ധാ മൂർഖാ പണ്ഡിതമാനിന വദന്തി ചാടുകൻ മൂഢാ മാധ്വ്യാഗിരോത്സുകാഹ. രജസാം ഘോരസങ്കൽപ്പാം കാമുക അഹിമന്യവാം ദാംഭിക മാനിന പാപാവിഹസന്ത്യച്യുതപ്രിയൻ. രജോ ഗുണം കൊണ്ട്, ഘോരസങ്കൽപ്പാഹ ഭയങ്കരമായ സങ്കല്പങ്ങൾ, രജോ ഗുണം കൊണ്ട് സങ്കല്പങ്ങൾ വളർന്നു വളർന്നു വലുതാകുന്നവരാണ്. കാമുകാഹ കാമുകന്മാരാണ്. ആ കാമുകന്മാരെ അഹിമന്യവഹ പാമ്പിനെ പോലെ ദേഷ്യപ്പെടുന്നവരാണ്. അഹി പാമ്പ്, മഞ്ഞു കോപം. അപ്പൊ രജോ ഗുണം കൊണ്ട് സങ്കല്പം ഉറച്ചു തീർന്നവരും ആയ വിഷയാഗ്രഹികളായ കാമുകന്മാർ പാമ്പിനെ പോലെ അവരെ എതിർക്കുന്നവരുടെ ദേഷ്യപ്പെടാൻ, വഞ്ചിക്കാൻ, ദാംഭിക വഞ്ചകാഹ വഞ്ചിക്കാൻ, മാനിനഹ ഞങ്ങൾ യോഗ്യന്മാരാണെന്ന് നടിക്കുന്നവരുമായ ആൾക്കാർ പാപാഹ പാപകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഭക്തിയില്ലാത്തവരുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഭക്തിയില്ലാത്തവൻ കുറെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒന്നും
ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അവരെ ദാംഭികന്മാരും മാനികളും പാപികളുമായി അച്യുതപ്രിയൻ വിഹസന്തി. അച്യുതപ്രിയന്മാരെ വിഹസിക്കതന്നെ, നോക്കി ചിരിക്കതന്നെ ചെയ്യും. രജസാഘോരസങ്കൽപ്പ കാമുക അഹിമന്യവാം ദാംഭിക മാനിന ചാപാം വിഹന്തി അച്യുതപ്രിയൻ. രജസാഘോരസങ്കൽപ്പ കാമുകാ അഹിമന്യവാം ദാംഭിക മാനിന പാപാ വിഹസന്തി അച്യുതപ്രിയൻ. വദന്തി തേന്യോനമുപാസിത സ്ത്രിയോ ഗൃഹേഷു മൈഥുന്യപരേഷു ചാശിഷാം യജന്ത്യസൃഷ്ടന്ന വിധാനഭക്ഷിണം വിധാനദക്ഷിണം വൃത്തേ പരം ഘ്നന്തി പശൂന തദ്വിധ. വദന്തി പറയുന്നു തേ അവർ, വദന്തി തേ അന്യോന്യം ഉപാസിത സ്ത്രീയോ, അന്യോന്യം പരസ്പരം ഉപാസിക്കുന്നവരായിട്ട്, സ്ത്രീകളെ സേവിക്കുന്നവരായിട്ട് അതിന്റെ ഗുണം അറിഞ്ഞവരാണ് അങ്ങ്. വദന്തി തേ അന്യോന്യം ഉപാസിത സ്ത്രീയോ, ഗൃഹേഷു വീടുകളിൽ മൈഥുന്യപരേഷു ച ആശിഷ, മൈഥുന്യപരന്മാരായിരിക്കുന്നവർക്കും ആശംസകൾ. യജന്തി അസൃഷ്ടന്ന വിധാന ദക്ഷിണം. യജന്തി ദേവന്മാരെ യജിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടൗ അന്നവിധാന ദക്ഷിണം, സൃഷ്ടിയിൽ അന്നം വിധാനം ചെയ്യുന്നതിൽ, അന്നത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ. യജന്തി ആത്മസൃഷ്ടൗ അന്നം വിധാന ദക്ഷിണം എന്നൊറ്റ വാക്കാണ് വിധാന ദക്ഷിണം എന്ന്. വൃത്തി പരം ഘനന്തി, ഉപജീവന വൃത്തിക്കായിക്കൊണ്ട് പരം ഇതിനപ്പുറത്തുള്ള പശുക്കളെയൊക്കെ എന്ത് വൃത്തി പരം ഘനന്തി കൊല്ലുന്നു. എങ്ങനെ? പശൂൻ അതദ്വിധ, പശുക്കളെ. അതദ്വിധ, തത് എന്ന് പറയുന്ന തത്വമസിയിലെ തതാണ്. അത് അറിയാത്തവരാണ് അതദ്വിധ. തത്വവേദി, അതത്വവേദി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അവര് സ്ത്രീ സുഖത്തിൽ തന്നെ ആണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠം. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ മഹത്വം. സ്ത്രീകളെ സേവിക്കുന്നവരായിട്ട് തമ്മിൽ ആഗ്രഹങ്ങളെ പറയുന്നു. അസൃഷ്ട അന്നവിധാന ദക്ഷിണം, അന്നദാനം ദക്ഷിണ മുതലായവ ഇല്ലാതെ പശുവിൻ മൃഗങ്ങളെ അതദ്വിധ അതിന്റെ പാപം അറിയാത്തവരായിട്ട് ഘ്നന്തി കൊല്ലുന്നു. ഒരുപക്ഷെ അക്കാലത്തൊക്കെ ഉണ്ടായേക്കാം, വലിയ പഴക്കമില്ല ഭാഗവതത്തിന്. പശുഹത്യയൊക്കെ വന്ന സമയത്തായിരിക്കണം ഒരുപക്ഷെ ഭാഗവതം ഈ വഴിയിലേക്ക് തിരിയുന്നത്. പക്ഷെ ഇന്നൊന്നും പ്രസക്തമല്ല. എങ്കിലും നമുക്ക് ഇതിന്റെ സംസ്കാരം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത സംസ്കാരത്തെയും നന്നാക്കിയെടുക്കാൻ പറ്റൂ. വദന്തി തേ അന്യോന്യം ഉപാസിത സ്ത്രീയ ഗൃഹേഷു എന്താണ് മൈഥുന്യപരേഷു ച ആശിഷ യജന്തി അസൃഷ്ടന്ന വിധാന ദക്ഷിണം. യാഗം ചെയ്യുന്നു അസൃഷ്ട അന്ന വിധാന ദക്ഷിണം, അസൃഷ്ടമായ ദക്ഷിണ മുതലായവ കൂടാതെ, അന്നദാനം ദക്ഷിണ ഇന്നും കൂടാതെ യജന്തി യജിക്കുന്നു. ഇതിനുണ്ട് വൃത്തി, ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പരം പശുവിൻ, അതിനേക്കാൾ വലിയ പശുക്കളെ, അജ്ഞാനികളെ, മൃഗങ്ങളെ അതദ്വിത അതിന്റെ പാപം അറിയാത്തവരായിട്ട് ഘ്നന്തി കൊല്ലുക തന്നെ. സ്ത്രീകൾ നല്ല മഹാത്മ്യമുള്ളവരാണ്, മഹത്തുക്കളാണ് സ്ത്രീകൾ. അവര് വൃദ്ധന്മാരല്ല,
എന്ന് ബലമായി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ആരാധിക്കുന്നത് തന്നെ സുഖത്തിനുള്ള വഴിയാണ് എന്ന് തോന്നുന്നത്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ ദേവത എന്നൊക്കെ സ്മൃതികൾ പറയും. അപ്പോൾ സ്ത്രീ സുഖത്തെ പ്രധാനമായി ഗണിക്കുന്ന ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. എന്ന് ധരിച്ചിട്ട് ധനം, വീട്, ഭാര്യാസുഖം, പുത്രസമ്പത്ത് ഇതൊക്കെ കൊണ്ട് സുഖമായി കഴിയാനുള്ള വകയുണ്ടായി. പിന്നെ അല്ലാത്ത കുറേയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മനോരഥങ്ങൾ വെച്ചുകൊണ്ട് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും സമ്പത്ത് കുറേശ്ശെ അധികരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇതിലധികം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കാശ് അധികരിച്ച് കിട്ടി. അപ്പോൾ ഒരു മനുഷ്യനായാൽ സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചു. നിങ്ങൾക്കും ഇതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കാം. പണം തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് യാഗം കഴിക്കുന്നതും കഴിപ്പിക്കുന്നതും ഒക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് വൃത്തി കഴിക്കാൻ വേണ്ടി പ്രാണികളെ കൊന്ന് യാഗം നടത്തുന്നുള്ള ഫലവും ഏതാണ്ട് ഈ അറിവിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയാണ്. അപ്പം അന്യോന്യം ഉപാസിതഃ തേ, പരസ്പരം ആശ്രയിച്ച് ഉപാസിച്ച് കഴിയുന്നവരായ അവരെ, ഈ 3 ഗുണങ്ങൾ, സത്വരജസ്തമ ഗുണങ്ങൾ പരസ്പരം ആശ്രയിച്ച് കഴിയുന്നവരാണ്. ഉപാസിതാഹ സ്ത്രീയഃ ഗൃഹേഷു മൈഥുന്യപരേഷു ച ആശേഷ. സ്ത്രീകൾ വീടുകളിലെ മൈഥുന്യപരന്മാരായിരുന്നു കൊണ്ട് ഗാർഹസ്ഥ്യാശ്രമത്തെ സമ്പൂർണമാക്കണം. ഗാർഹസ്ഥ്യത്തിന്റെ ലക്ഷ്യം, വിവാഹത്തിന്റെ ലക്ഷ്യം ഒരു സത്സന്താനത്തെയാണ്, കാമകേളികൾക്ക് അല്ല. അതുകൊണ്ട് ഇന്നത്തെ യുവാക്കൾ തെറ്റിദ്ധരിച്ചത് ഭാഗവതം തെറ്റിക്കുക. യജന്തി അസൃഷ്ടാന്നവിധാന ദക്ഷിണം. അസൃഷ്ടാന്നവിധാന ദക്ഷിണത്തോടുകൂടി അന്നവും ദക്ഷിണയും കൊടുക്കാതെ യജിക്കുന്നു. വൃത്തി പരം, ഉപജീവനത്തെ വേണ്ടിയിട്ട് അതദ്വിത, അതറിയാത്തവനായ അവൻ പശുവിൻ ഗ്രന്ഥി, പശുക്കളെ, മൃഗങ്ങളെ കൊല്ലുക തന്നെ. വദന്തിതേന്യോന്യമുപാസിത സ്ത്രീയോ ഗൃഹേഷു മൈഥുന്യപരേഷു ചാശിഷാം യജന്ത്യസൃഷ്ടന്ന വിധാന ദക്ഷിണം വൃത്തേ പരം ഗ്രന്ഥി പശൂന തദ്വിതാം. വദന്തിതേന്യോന്യമുപാസിത സ്ത്രീയോ ഗൃഹേഷു മൈഥുന്യപരേഷു ചാശിഷാം യജന്ത്യസൃഷ്ടന്ന വിധാന ദക്ഷിണം വൃത്തേ പരം ഗ്രന്ഥി പശൂന തദ്വിതാഃ. ശ്രിയാം വിഭൂത്യാഭിജനേന വിദ്യയാം ത്യാഗേന രൂപേണ ബലേന കർമ്മണാം ജാതസ്മയേനാന്ധധിയ സഹേശ്വരൻ സന്തോശ്വരൻ സതോവമന്യന്തി ഹരിപ്രിയം ഖലാഹ. ശ്രിയാ ഐശ്വര്യം കൊണ്ട്, വിഭൂത്യ ആധിപത്യം സ്ഥാനമാനങ്ങൾ കൊണ്ട്, അഭിജനേന ആഭിജാത്യം കൊണ്ട്, വിദ്യ വിദ്യ കൊണ്ട്, ത്യാഗേന ത്യാഗം കൊണ്ട്, രൂപേണ സൗന്ദര്യം കൊണ്ട്, ബലേന ബലം കൊണ്ട്, കർമ്മണ കർമ്മത്താൽ, ജാതഃ ഉണ്ടായവരാണ്, ജാത സ്മയേന അന്ധധിയ ഉണ്ടായിട്ട് ഗർവുകൊണ്ട് സ്മയം കൊണ്ട് അന്ധധികളായി. ഫഹ ഈശ്വരാൻ ഈശ്വരന്മാരോടൊപ്പം തതോ സജ്ജനങ്ങൾ അവമന്യന്തി ഹരിപ്രിയൻ ഖലാഹ ദുഷ്ടന്മാർ ഹരിപ്രിയന്മാരെ ഹന്തി നശിപ്പിക്കാൻ കൊല്ലുക തന്നെ ചെയ്യും. ഓരോ മനുഷ്യർക്ക് അഭിമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വിസ്തരിച്ച് കാണിക്കാം. അഭിമാനം ഉണ്ടാവാൻ കാരണം ഒന്ന് ഐശ്വര്യമാണ്, സ്ത്രീയാണ്. സ്ത്രീ കൊണ്ട്, സ്ത്രീ വർദ്ധിച്ചാൽ
അതുകൊണ്ട് കിട്ടുന്ന ആധിപത്യമാണ്, വിഭൂതിയാണ്. ഐശ്വര്യം വർദ്ധിച്ചാൽ താനാകും അധിപതി എന്നുള്ള സ്ഥാനം സ്വയമേവ ഏറ്റെടുക്കേണ്ടി വരും. ധാരാളം നല്ല ബന്ധുക്കൾ ഉള്ളത് കൊണ്ട് തർക്കാദികളായ വ്യാകരണ ശാസ്ത്രങ്ങൾ അഭ്യസിച്ചതുകൊണ്ടും പലതരത്തിലുള്ള ധർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ടും സൗന്ദര്യം കൊണ്ടും ശരീരബലം കൊണ്ടും ശ്രൗത സ്മാർത്ത കർമ്മങ്ങൾ, വേദത്തിൽ വിധിച്ച കർമ്മങ്ങൾ, സ്മൃതിയിൽ പറഞ്ഞ കർമ്മങ്ങൾ, ഈ രണ്ട് വിധത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ട് സജ്ജനങ്ങളെ തിരിച്ചറിഞ്ഞ് അനുമോദിക്കണം. അല്ലെങ്കിൽ ആ ഫലന്മാരായിട്ട് അധോഗതി പ്രാപിക്കും എന്നുള്ളതാണ് സത്യം. ധനങ്ങൾ ആവശ്യമില്ലേ? അത് ഓരോ കാര്യത്തിന് ഉപയോഗിക്കണ്ടേ? അതേ വേണം. പക്ഷെ അത് അലങ്കരിക്കാനുള്ളതല്ല. ധനം മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ളതുമല്ല. ആയുധം വാങ്ങി വെച്ചു മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ധനം ഉണ്ടാക്കുന്നത്. ഈ മൂന്ന് ലക്ഷ്യത്തിൽ നിന്നും ധനം മാറി നിൽക്കരുത്. നമ്മൾ ഇന്ന് ധനം ഉപയോഗിക്കുന്നത് ഇതിനൊക്കെ മാത്രമാണ്. അലങ്കാരത്തിന് വേണ്ടിയാണ് ധനം ഉപയോഗിക്കുന്നത്. ധനത്തിന്റെ ഏറിയ പങ്കും അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയും ധനം ചെലവഴിക്കും. ആയുധം വാങ്ങിക്കൂട്ടാൻ എന്തുമാത്രം ധനം ഉണ്ടാക്കും? ഇങ്ങനെ എത്രത്തോളവും ഈ മൂന്നിനും വേണ്ടി യത്നിക്കുന്നുവോ അവരെ അധോഗതി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. മനുഷ്യനെ അഭിമാനത്തിലേക്ക് എത്തിക്കുന്നത് ഒന്ന് അതിന്റെ സൗന്ദര്യമാണ്. സൗന്ദര്യമുണ്ടെങ്കിൽ നല്ല അഭിമാനം ഉണ്ടാകും. ഞാൻ സുന്ദരനാണ്, സുന്ദരൻ. ധനാദികളായ സമ്പത്തും എന്തുണ്ടാക്കും? അഭിമാനം ഉണ്ടാക്കും. ഞാൻ ഇത്ര കോടീശ്വരനാണ്, ഇത്ര കോടികൾ എനിക്കുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു അഭിമാനം ഉണ്ടാകും. അതേപോലെ നല്ല കുലത്തിൽ ജനിക്കൽ, നല്ല കുലത്തിൽ ജനിച്ചാൽ ഞാൻ ഉന്നത കുലജാതനാണ് എന്നൊരു അഭിമാനം തന്നെ ഉണ്ടാകും. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ അപ്പോൾ അഹങ്കരിക്കും, ഞാൻ ഇന്നത്തിന്റെ ഉടമസ്ഥനാണ് എന്ന് ഭാവിച്ചുകൊണ്ട്. അപ്പൊ ഈ അഭിമാന ദോഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രിയ വിഭൂത്യ അഭിജനേന വിദ്യ ത്യാഗേന രൂപേണ ബലേന കർമ്മണ, ഇവകളെ കൊണ്ട് ജാതസ്മയേന അന്ധധിയ മഹേശ്വര. ഇത് കൂടിക്കഴിഞ്ഞാൽ, അഭിമാനം കൂടിക്കഴിഞ്ഞാൽ അഹങ്കാരം കൂടും. അഹങ്കാരം കൂടിയാൽ അജ്ഞാനമാകും, കണ്ണു കാണാണ്ടാകും. ബുദ്ധിക്ക് പോലും ശരിയായ കാഴ്ച കിട്ടില്ല. ഈശ്വരന്മാരെ പോലും അവമാനിക്കും, കണ്ടാൽ തിരിച്ചറിയത്തില്ലല്ലോ. ഇതാണ് ദുഷ്ടന്മാരായ ഹരിപ്രിയന്മാരുടെ അവസ്ഥ. ഹരിപ്രിയന്മാരാണ്, ഭക്തന്മാരാണ്, പക്ഷെ എന്താണ് ദുഷ്ടത കേട്ടുള്ളത്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഉണ്ടാകാവുന്ന അധോഗതി, മുമ്പ് ആദ്യം ചോദ്യം ഇവിടെയാ. ഭക്തി ഇല്ലാതിരുന്നാൽ ഇതൊക്കെയാ സംഭവിക്കാൻ പോവുക. ശ്രിയാ വിഭൂത്യ അഭിജനേന വിദ്യയാം ത്യാഗേന രൂപേണ ബലേന കർമ്മണാം ജാതസ്മയേന അന്ധധിയ സഹേശ്വരൻ ഫതോവമന്യന്തി ഹരിപ്രിയൻ ഖലാഹ. ശ്രിയാ വിഭൂത്യ അഭിജനേന വിദ്യയാം ത്യാഗേന രൂപേണ ബലേന കർമ്മണാം ജാതസ്മയേന അന്ധധിയ സഹേശ്വരൻ ഫതോമന്യന്തി ഹരിപ്രിയൻ ഖലാഹ എന്നിങ്ങനെ ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് 5-10 ഒരു 10-15 ശ്ലോകത്തിലാണ് അതിന്റെ ഉത്തരം വ്യക്തമാക്കുന്നത്. അല്ലാതെ നമുക്ക് ഇന്ന് ഉത്തരം മുഴുവൻ തീരില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂർണ്ണമാക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഉപസംഹരിക്കാം.
സാധാരണ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമല്ലേ നിമി ഇവിടെ അതെ ഉന്നയിച്ചിരിക്കുന്നത്. അതെ 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 ഭഗവാൻ, അതായത് ഭക്തിമാർഗത്തിലൂടെ പോകാത്തവർക്ക് എന്താണ് സംഭവിക്കുന്നത് അതും കൂടി അറിയണ്ടേ. അതെ. അത് ഒരു ഋഷിയെ കണ്ട് തന്നെ അതിന് ഉത്തരവും പറയിക്കുക. ആ, അവർക്കുണ്ടാകുന്ന അധപതനങ്ങൾ, ഒന്ന് അഭിമാനം കൂടി വർദ്ധിച്ചു വന്നിട്ട് അഭിമാനത്തിനുള്ള വസ്തുക്കൾ, ഏത് വസ്തു കിട്ടിയാലും അത് തനിക്ക് അഭിമാനമായിട്ട് തോന്നിക്കും. അങ്ങനെ അഭിമാനമായി തോന്നിക്കുമ്പോൾ ഉള്ളിലുള്ള ഈശ്വര ഭക്ത കുറഞ്ഞിട്ട് ഈശ്വരനെ ഭജിക്കാനുള്ള എല്ലാ ബലമില്ലാണ്ടാകുമ്പോൾ അവർ നരകത്തിലേക്ക് പതിച്ച് നികൃഷ്ടരായി തന്നെ തീരും. അങ്ങനത്തെ ആൾക്കാർ ലോകത്ത് ധാരാളമുണ്ട്. സ്വാഭാവികമല്ലേ? കാരണം ഈശ്വരൻ എന്നൊരു സങ്കല്പം ഇല്ലാതെ വരുമ്പോൾ എല്ലാത്തിനും അതീതനായിട്ട് ഞാൻ എന്നുള്ള ആ ഭാവം മാത്രമാണ് പരിപാടി. അതെ അതെ, ഞാൻ ആരെ ഭജിക്കാൻ? എന്നെ തന്നെ ഭജിക്കാനേ ഉള്ളൂ. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും അവരൊക്കെ പറ്റി അങ്ങനെ തന്നെയാണ്. അപ്പം ഈ കലിയുഗത്തിൽ അവരായിരിക്കും കൂടുതൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതെ, ഇപ്പൊ കണ്ടുവരുന്നതല്ലേ, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് വ്യക്തമാക്കി പറഞ്ഞു. ഭക്തി എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാണ് എന്ന് സ്ഥാപിക്കുകയാണല്ലോ. ഏത് വർണ്ണത്തിലായാലും ഏതാശ്രമത്തിലായാലും ആരായാലും ഉന്നതനായിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ, ഭക്തി ഇല്ലാതെ എന്ത് ചെയ്താലും അത് നിഷ്ഫലമാണ്. അഹങ്കാരം വർദ്ധിപ്പിച്ച് ദുഷ്ടാത്മാക്കളായിട്ട് പതനമാണ് ഫലം. അതെ, അങ്ങനെ ചെയ്യുന്ന ഭഗവത്ഗീതയിലെ സാറെ കർമ്മയോഗത്തിലെ യാമിമാം പുഷ്പിതം വാചം പ്രവദന്ത അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ. വ്യവസായാത്മിക ബുദ്ധി സമാധവും വിധീയത്തെ എന്ന് പറയുന്നുണ്ടല്ലോ. സമാധിയിൽ പോലും അവർക്ക് ബുദ്ധി വർക്കത്തില്ല. ഇല്ല. പിന്നെ അല്ലാത്തവരുടെ കാര്യം പറയാനില്ല. ഇല്ല, ആ ബുദ്ധിയെ കുറിച്ചാണ് ഇവിടെ. അതെ അതെ, ഇല്ലാതെ പോവുകയുള്ളൂ. ഇവിടെ ഭക്തിഹീനന്മാർക്ക് എന്തെല്ലാം ഉണ്ടായാലും അതിൽ ബലം ഉണ്ടാവില്ല എന്നുള്ളത് സ്ഥാപിക്കാം. അതെ അതെ, ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞത് സ്ഥാപിച്ചു പോകാം. അതാണല്ലോ ക്വസ്റ്റ്യൻ ആയിരുന്നത്, ഭക്തിഹീനരായിട്ടുള്ളവർ എങ്ങനെയുള്ളവരാണെന്നാണ് ചോദ്യം. അതിന് മറുപടിയാണ് മുഴുവനായില്ല, ഇനി അതിന്റെ ശ്ലോകങ്ങളുണ്ട്. നല്ലൊരു എക്സ്പ്ലനേഷൻ. എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് ആ ഭക്തി ഇല്ലെങ്കിൽ കാര്യമില്ല എന്നുള്ള ഉറപ്പിക്കാതെ. അതെ, ഓരോന്നും എടുത്ത് കാണിച്ചിട്ട് പറയാം ഇതിന്റെ ഫലം ഇങ്ങനെയാവും. താങ്ക് യു സിസ്റ്റർ. നമുക്കിന്ന് പ്രശ്നമില്ല, ബാക്കി അടുത്ത ദിവസം. ശരി സാർ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സാർ. നമസ്തേ.